ബാങ്ക് ഉദ്യോഗസ്ഥയായ സുമയുടെയും ബിസിനസ്സുകാരനായ പ്രഭാകറിൻ്റെയും ഏക മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്യ ജീവനൊടുക്കി. എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, കാണാനും അതിസുന്ദരി, നല്ല സ്വഭാവം. പക്ഷേ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. നാട്ടുകാർ പലതും പറഞ്ഞു. ആരെയെങ്കിലും പ്രേമിച്ചു വഞ്ചിച്ചു കാണും എന്നൊക്കെ. അറിഞ്ഞ ഉടനെ അമ്മ തളർന്നു വീണതാണ്. ഇതുവരെയും എഴുന്നേറ്റിട്ടില്ല. ബിസിനസ് ടൂറിലായിരുന്ന അച്ഛൻ എത്തിയ ഉടനെ തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം പിരിഞ്ഞുപോയി. അച്ഛനും അമ്മയും എത്ര ആലോചിച്ചിട്ടും കാര്യം പിടികിട്ടിയില്ല. എല്ലാ സുഖത്തോടെയും മകൾ എന്തു പറഞ്ഞാലും അത് സാധിച്ചു കൊടുത്തിരുന്നു. രണ്ടുപേർക്കും ജോലിത്തിരക്കായിരുന്നതുകൊണ്ട് മോളുടെ കാര്യം നോക്കാൻ ഒരു ജോലിക്കാരിയെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അമ്മയ്ക്ക് മകളുടെ മുറിയിൽ കയറണമെന്ന് തോന്നി. അപ്പോൾ തന്നെ അമ്മ ആ മുറിയിലെത്തി. ഡോർ തുറന്നപ്പോൾ ആദ്യം അമ്മയുടെ നെഞ്ചിൽ ഒരു ഇടിമിന്നലേറ്റ പോലെ തോന്നി. തൻ്റെ പൊന്നുമോളുടെ റൂം, അവളുടെ കുഞ്ഞിലെ ഉള്ള ഫോട്ടോസ്, ഡ്രസ്, അവൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എല്ലാം കണ്ടപ്പോൾ അമ്മയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. പതുക്കെ ആ മേശയിലിരുന്ന മോൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ബുക്കുകളൊക്കെ കൈകൊണ്ട് തലോടി നോക്കി. അപ്പോഴാണ് ഒരു ഡയറി അമ്മയുടെ കണ്ണിൽപ്പെട്ടത്. തൻ്റെ മകൾ ഡയറി എഴുതുമായിരുന്നോ? എനിക്കിതറിയില്ലല്ലോ. അവൾ അത് വിറയ്ക്കുന്ന കൈകളോടെ എടുത്ത് തുറന്ന് വായിക്കുവാൻ തുടങ്ങി. അതിലെ ഓരോ പേജും വായിച്ചപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്, തങ്ങൾ പണമുണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ മകളെ മനസ്സിലാക്കിയില്ലായിരുന്നു എന്ന്. ഒരു പേജിൽ എഴുതിയിരുന്നു, ഇന്ന് എൻ്റെ ജന്മദിനമായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. അച്ഛനും അമ്മയും എനിക്ക് ജന്മദിനാശംസകൾ നൽകുമെന്നും കെട്ടിപ്പിടിച്ച് എനിക്കൊരുമ്മ തരുമെന്നും. പക്ഷേ അവർ ഇന്നത്തെ ദിവസം ഓർമ്മിച്ചു പോലുമില്ലായിരുന്നു. അത് വായിച്ചപ്പോഴാണ് കുഞ്ഞിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് ഓർമ്മിച്ചത്. കുറ്റബോധം കൊണ്ട് കണ്ണുനീരൊഴുകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഓരോ പേജിലും ഇതുപോലെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പേജ് മറിച്ച് പോയപ്പോൾ ഒരു പേജിൽ എഴുതിയിരുന്നത്, ഇന്ന് എൻ്റെ ക്ലാസ്സിൽ മാത്സ് പഠിപ്പിക്കാൻ പുതിയൊരു മാഷ് വന്നിട്ടുണ്ട്. പക്ഷേ അയാളുടെ എന്നോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ അമ്മയോട് പറയാൻ ചെന്നപ്പോൾ അമ്മ പറഞ്ഞത്, ഞാൻ ജോലി കഴിഞ്ഞു ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത്, ഞാനൊന്ന് കിടന്നോട്ടെ എന്ന്. ഇതെനിക്ക് അമ്മയോടല്ലാതെ മറ്റാരോടും പറയാൻ പറ്റില്ല. അടുത്ത പേജിൽ എഴുതിയിരുന്നത് ആ സാറിനെക്കുറിച്ച് തന്നെയായിരുന്നു. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അയാൾ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലണമെന്ന്. എന്തായാലും എനിക്കങ്ങനെ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തുനിന്ന് തന്നെ പോവുകയാണ്. അച്ഛാ, അമ്മേ, നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടിരുന്നു എങ്കിൽ എനിക്ക് ഇത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. അമ്മയ്ക്ക് അപ്പോഴാണ് തങ്ങളുടെ മകൾ അനുഭവിച്ച വേദന മനസ്സിലായത്. അവളെ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ, അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊന്നുമോളെ ഒരിക്കലും നഷ്ടപ്പെടില്ലായിരുന്നു.